ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഇത് ബാക്കിൽ കാണുന്നതാണ് ഓഫീസിൻ്റെ ബിൽഡിങ്. ഞാൻ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഓഫീസ് ടൈമാണ്. പിന്നെ പെട്ടെന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു യാത്ര ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാൻ അന്ന് യാത്ര ചെയ്തതിന് ശേഷം ഇവിടെ ദുബായിൽ ജോലിക്ക് വന്നിട്ട് ഏകദേശം 2 വർഷത്തിന് അടുത്താവുന്നു. എനിക്കങ്ങനെ വലിയ യാത്രകളൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ജോലിക്ക് കയറി ജോലിയുടെ തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല എവിടെയും. അങ്ങനെ ഒരു സിസ്റ്റം ആണല്ലോ. അപ്പം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്നൊരു ട്രിപ്പാണ്. അതായത് നമുക്ക് ഇവിടെ ഇയർലി അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ അച്ചീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ട്രിപ്പിലൊക്കെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ടാർഗറ്റിൽ അച്ചീവ് ചെയ്ത് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഒരു യാത്രയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് കുറച്ച് പേരോട് എനിക്ക് താങ്ക്സ് പറയേണ്ടത്. അപ്പോൾ ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്നെ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹെൽപ്പ് ചെയ്തവരോട് എനിക്ക് താങ്ക്സ് പറയണം. എൻ്റെ മാനേജർ ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ ടീം കൊളീഗ്സ് ഉണ്ട്, എൻ്റെ മാനേജർ ഇൻഷ മാം ഉണ്ട്, പിന്നെ എൻ്റെ നീഷ്മ നിങ്ങൾക്കറിയാം, അതേപോലെ തന്നെ എൻ്റെ ടീമിനോട് ഒത്തിരി പേര് നിങ്ങൾക്കറിയാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് അറിയാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് പേരൊക്കെ അറിയാം കേട്ടോ. അപ്പം അവരൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ നിന്നൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒത്തിരിയോ പേര് യാത്രയെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജർമ്മനിയിലൊക്കെ നമ്മൾ പോവുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി, ഞാനത് അച്ചീവ് ചെയ്തു. അപ്പം നമ്മൾ പോവുകയാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ചയാണ്. നമ്മൾ പോകാൻ പോകുന്നത്. നല്ല കാറ്റുണ്ട് ഇവിടെ, ബീച്ച് സൈഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വോയിസ് ക്ലിയർ ആവാൻ തോന്നുന്നുണ്ട്. അപ്പാര കാറ്റാണ്. നമ്മൾ പോകുന്നത് ബുധനാഴ്ച 12 മണിക്ക് നമ്മൾ എയർപോർട്ടിലെത്തും. രാത്രി 12 മണിക്ക് എയർപോർട്ടിലെത്തും. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്കാണ് ഫ്ലൈറ്റ്. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ആഗ്രഹിച്ച ഒരു യാത്രയാണിത്. ഇപ്പം ജർമ്മനിയിൽ പോകാനുള്ളൊരു ട്രിപ്പ് അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു. എനിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എൻ്റെ കഷ്ടപ്പാട് മാത്രമല്ല, എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും കഷ്ടപ്പാടുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പം നമ്മൾ മൊത്തം ടീമിൽ നിന്ന് 4 പേരും, ഷാർജ റേഞ്ചിൽ 4 പേരും, മൊത്തം UAE 20 പേരുമാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ജർമ്മനിക്ക് ഒരു യാത്ര എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ സ്വപ്നമാണ്. അങ്ങനെ വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്തവർക്ക് എല്ലാവർക്കും വിസ കിട്ടിയിട്ടില്ല, ഷെങ്കൻ വിസ കിട്ടിയിട്ടില്ല. ഭയങ്കര താമസമാണ് ഷെങ്കൻ വിസ കിട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടും കൂടിയാണ്. എന്തായാലും കിട്ടി, ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി. ഇനിയുള്ള കുറച്ച് ദിവസത്തെ കാഴ്ചകൾ, ജർമ്മനി യാത്ര കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവാം. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന യാത്രയുടെ കാര്യമൊക്കെ ഞാൻ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതായിട്ട് നമ്മുടെ യൂറോ വരുന്നത്. ഇത് ഞാനൊരു 500 ദിറംസ്, നാട്ടിലൊരു 10,000 രൂപയോടെ മാറ്റിയതാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ജർമ്മൻ യൂറോ കൈകൊണ്ട് തൊടുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നോട്ടാണ്, നല്ല ഭംഗിയാണ് നോട്ട് കാണാൻ വേണ്ടി. ജസ്റ്റ് കാണിച്ചു തരാം ഓരോ നോട്ടും എടുത്തിട്ട് കേട്ടോ. ഇതാണ് 20-ൻ്റെ യൂറോ വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ മാപ്പ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് പഠിക്കണം അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ആരുടെയൊക്കെ ഒപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സൈഡിൽ. 2015 അടിച്ച നോട്ടാണ് അത്. അപ്പോൾ ഇതാണ് 20-ൻ്റെ നോട്ട് വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് 5-ൻ്റെ, 5-ൻ്റെ നോട്ടാണ്. യൂറോ 5-ൻ്റെ യൂറോ നോട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് 5-ൻ്റെ നോട്ട് വരുന്നത്. എല്ലാത്തിനും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ ഉള്ളത് 10-ൻ്റെ ആണ്. 10-ൻ്റെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് 10-ൻ്റെ നോട്ട്. നല്ല കാറ്റായതുകൊണ്ട് പറന്നു പോകും, അവിടെ നിന്ന് വയ്ക്കാൻ പറ്റുന്നില്ല. 10-ൻ്റെ നോട്ട് ഇതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിലേതൊക്കെയോ കൊട്ടാരത്തിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഒരു പാലമുണ്ട്, ബ്രിഡ്ജ്. എന്ത് ബ്രിഡ്ജാണെന്ന് അറിയില്ല, അവിടെ പോയാലേ അറിയുള്ളൂ. അതിനെപ്പറ്റി പഠിക്കണം. അപ്പം ഇതാണ് നോട്ടുകൾ വരുന്നത് കേട്ടോ. ഇത്രയും നോട്ട്. ഇപ്പം എൻ്റെ അടുത്തുള്ളത് 20-ൻ്റെയും 10-ൻ്റെയും 5-ൻ്റെ നോട്ടാണ്. അത് മൂന്നും ഞങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇതാണ് നോട്ട് വരുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ജർമ്മനി പോകണം എന്നുള്ള ആഗ്രഹം. അതവിടെ എത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല. തണുപ്പാന്നാണ് പറഞ്ഞത്. ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്, കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു 3 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 7 മണിക്കൂറോളം യാത്രയാണ് ഉള്ളത് ജർമ്മനിക്ക്. അപ്പം 5 ദിവസം, തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു വരും. ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യും എല്ലാവരും. അപ്പം വീഡിയോസ് എല്ലാവരും കാണാതിരിക്കരുത്. എന്താ പറയുക, ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ ജോലി ചെയ്യാന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് വേറെ യാത്രകളൊന്നും ചെയ്യാൻ പറ്റാത്തത്. ചാൻസ് കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യുകയും ചെയ്യും, ഇനിയും ചെയ്യും.
ഇനി വലിയൊരു യാത്ര വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ തന്നെ കാണാൻ പോകുന്നത്, എയർപോർട്ടിൽ നിൽക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നു. ഓക്കെ, അപ്പം എന്താ പറയുക, നിങ്ങളെ ഗൈസ് പിന്നെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് എടുത്ത പോലത്തെ ഒരു ടച്ച് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. എന്തോ ഒരു ഇത് കുറവുണ്ട്. അപ്പം കുറച്ച് ഇതൊക്കെ ഉണ്ടാവും, നെഗറ്റീവ്സ് ഒക്കെ വന്നാലും നിങ്ങളത് ക്ഷമിക്കുക കേട്ടോ. കാണാം, പതിയെ ഞാൻ ട്രാക്കിലേക്ക് വന്നോളും. കുറേ നാൾ വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് എനിക്ക്. അത് തന്നെ മാറിക്കോളും. നിങ്ങൾക്കറിയാലോ, കുറച്ച് ബ്രേക്ക് എന്തിൽ വന്നു കഴിഞ്ഞാലും നമുക്കത് ഇതാക്കി എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും അല്ലേ. അപ്പോൾ അത് ഞാൻ സെറ്റാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിലെല്ലാം കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പം കാണാം. നമ്മൾ ഇതാ എയർപോർട്ടിലെത്തി. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നേരത്തെ എടുത്തൊരു വീഡിയോയുടെ ബാക്കിയാണിത്. ഇതിപ്പോൾ നമ്മൾ എയർപോർട്ടിലാണുള്ളത്. എൻ്റെ കൊളീഗ് സ്തുതി. ബാക്കി ഞങ്ങൾ കുറേ പേര്, 25ഓളം പേരുണ്ട്. ആരും കണ്ടിട്ടില്ല. ഓരോ സൈഡിലുണ്ട്. എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? 3 മണിക്കല്ലേ? 3 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് എല്ലാം കിട്ടി. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓരോരുത്തർ ചെക്കിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ജസ്റ്റ് കാണിച്ചു തരാം. ഓരോരുത്തർ അവിടെ ചെക്കിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് ശ്രുതി വീട് എവിടെയാണ്? വടകരയാണ് വീട്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ മാനേജറുണ്ട്. മാം ഇപ്പം തന്നെ വരും. പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോകുന്നത് ടർക്കിയാണ്, ഇസ്താൻബുളിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ബെർലിൻ ടിക്കറ്റ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന്, ദുബായ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് കയറി. നമ്മളിതാ ഇപ്പം നിലവിലുള്ളത് ഇസ്താൻബുൾ ആണ് കേട്ടോ. ടർക്കിഷ് എയർലൈൻ. നമ്മൾ ദുബായിൽ നിന്ന് കയറി. ഉറങ്ങാൻ തീരെ പറ്റിയില്ല, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു പ്ലെയിന്. നമ്മൾ അവിടുന്ന് കയറി. നമ്മളിപ്പോൾ ഉള്ളത് ഇസ്താൻബുൾ എയർപോർട്ടിലാണ് കേട്ടോ. വെൽക്കം ടു ഇസ്താൻബുൾ. കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. നമ്മളിനി ഇവിടുന്ന് ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ട് ഇവിടുന്ന് നമ്മൾ ബെർലിനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് എയർപോർട്ട്. ഞാൻ കാണിച്ചത് വമ്പൻ എയർപോർട്ടാണ്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും അതേപോലെ തന്നെ ഒത്തിരി ഷോപ്പുകളുണ്ട് ഇവിടെ. നല്ല തിരക്കാണ്. ഭയങ്കര വലിയ എയർപോർട്ടാണ് ഇസ്താൻബുൾ എയർപോർട്ട്. ഒത്തിരി കണക്ഷൻ ഫ്ലൈറ്റുകളൊക്കെ ഇസ്താൻബുൾ വഴിയാണ് പോവാറ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടും എന്താ പറയുക, ഒത്തിരി ആഗ്രഹിച്ച ഒരു സ്ഥലം കൂടിയാണ് എത്തണം എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ എത്താൻ വേണ്ടി പോവാണ് നമ്മൾ അങ്ങോട്ട് കേട്ടോ. നമ്മൾ ടീം മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഞങ്ങളുടെ മാനേജർ. ഇല്ല കുഴപ്പമില്ല മാം, ലൈവ് ഇല്ലല്ലോ ഇപ്പോൾ. ഗൈസ്, നമ്മളങ്ങനെ ഇസ്താംബുൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. പുറത്തായിട്ടുള്ളത്. ഞാൻ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇസ്താംബുൾ എയർപോർട്ട്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇനി ബെർലിനിലേക്കാണ് പോകുന്നത്. ഫ്ലൈറ്റ് നമുക്ക് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് കയറാം കേട്ടോ. കയറാൻ ടൈമായി. നമുക്കങ്ങനെ ടർക്കിഷ് എയർലൈനിൽ ഫുഡ് കിട്ടിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ദുബായിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലുള്ളത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മൾ ദുബായിൽ നിന്ന് പോന്നപ്പോൾ ഫ്ലൈറ്റിലും സെയിം ഫുഡായിരുന്നു. അത് തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്തത്. ടർക്കിഷ് എയർലൈൻസ്. വിശപ്പ് മാറാൻ കഴിക്കാത്രേ ഉള്ളൂ.
തക്കാളി. ഇത് നോർമലി എന്തോ നടുക്കെന്തോ സാധനം വെച്ച് കുറേ ചീസും തൈരും. അടിപൊളി തൈര് പിന്നെ ചീസുണ്ട്, ചായ ഉണ്ട്. ഇത്രയാണുള്ളത്. എന്തായാലും ഞാൻ അത് കഴിക്കട്ടെ. ബാക്കി നല്ല ഫുഡൊക്കെ നമുക്ക് ഹോട്ടലിലെത്തിയിട്ട് അവിടെ നിന്ന് കഴിക്കാം അല്ലേ? ഗൈസ്, നമ്മളിത് അങ്ങനെ ജർമ്മനിയുടെ മുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കി നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ, ഫുള്ള് ഫോറസ്റ്റ് ഉണ്ട്. അതേപോലെ ഏതൊക്കെയോ കൃഷി ഭൂമികളാണ് കാണുന്നത്. പിന്നെ ജർമ്മനീൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പക്ക അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം നല്ല വൃത്തിയിൽ നല്ല അടിപൊളിയായിട്ട് പഴയതും പുതിയതൊക്കെ ആയിട്ട് നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റിൽ കാണുന്ന എന്തോ ഒരു പുല്ല് വെട്ടിയ പോലെ ഗ്രൗണ്ടാണ് കേട്ടോ. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല ഹൈവേ റോഡുകളൊക്കെ കാണാം, അടിപൊളിയായിട്ടുണ്ട്. ആ ഫസ്റ്റ് ലുക്ക് ഇംപ്രഷൻ എന്തായാലും ജർമ്മനിയുടെ പൊളിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി നോക്കാം അപ്പോഴത്തേക്കിന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, നമ്മളങ്ങനെ ബെർലിൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെൽക്കം ടു ബെർലിൻ ബ്രാൻഡൻബർഗ് എയർപോർട്ട്. അവിടുന്ന് കയറിയിട്ട് ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ബെർലിനിലേക്ക്. അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ തണുപ്പ് -1. നല്ല അടിപൊളി തണുപ്പാണ്, നല്ല വൈബാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പാക്കേജ് ആയതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന പോലെ ഒരിക്കലും പോക്ക് നടക്കില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. അടുത്ത പ്ലാൻ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ഇതെല്ലാം ഫ്ലൈറ്റ് നമ്മളൊന്ന് ശരിക്കും അപ്പുറത്താണ്. അതിലിങ്ങനെ കറങ്ങി വന്നതാണ്. മൊത്തം കോടയാണ്, നല്ല തണുപ്പുണ്ട്. എന്തായാലും അടിപൊളി. അപ്പോൾ എന്തായാലും ഗൈസ് പുറത്തിറങ്ങിയിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ്, എപ്പോഴാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നല്ല ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. കുറച്ച് സമയം ഇവിടെ ഉണ്ടാവും. പിന്നെ ട്രാവൽ കമ്പനീൻ്റെ ആൾ നമ്മുടെ കൂടെ ഉണ്ട്. നോക്കണം എങ്ങനെയാണ് പുള്ളിയുടെ പ്ലാൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം.